ബിന്ദുവിന്റെ മരണത്തിന് ഉത്തരവാദി ആരാണ്? 2013 കെട്ടിടത്തിന് കുഴപ്പമുണ്ടെന്ന റിപ്പോർട്ട് കിട്ടിയ ഉമ്മൻചാണ്ടി സർക്കാരോ അതോ തുടർഭരണത്തിൽ അവസാന വർഷത്തിലെത്തി നിൽക്കുന്ന പിണറായി സർക്കാരോ? മെഡിക്കൽ കോളേജിന്റെ ഉപയോഗശൂന്യമായ പഴയ ശുചിമുറി കെട്ടിടമാണ് തകർന്നു വീണതെന്ന് പാർട്ടി പത്രം പറയുന്നു. ബിന്ദു വീണപ്പോഴേ തലയൂട്ടി പൊട്ടി മരിച്ചുവെന്നും ശ്വാസമുട്ടിയല്ല മരണമെന്നും പറയുന്നു സ്ഥലം MLA കൂടിയായ മന്ത്രി VN വാസവൻ. തത്സമയം മരണമെങ്കിൽ ഉത്തരവാദിത്തം കുറയുമോ? മന്ത്രി ഉരുട്ടിയിട്ട് കൊന്നതല്ലോ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതേ നിർവികാരതയല്ലേ മരണമറിഞ്ഞ തൊട്ടടുത്ത മണിക്കൂറിൽ പഴയ ഡേറ്റ തപ്പിപ്പോയ ആരോഗ്യമന്ത്രിയും കാണിച്ചത്? മിനിഞ്ഞാന്നുണ്ടായ ദുരന്തത്തിൽ മന്ത്രിയുടെ അനുശോചനം ഫേസ്ബുക്കിൽ വന്നത് ഇന്നലെയാണ്. ബിന്ദുവിന്റെ വീട്ടിലേക്കെത്താൻ ഇതുവരെ മന്ത്രി വീണ ജോർജിനായിട്ടുമില്ല. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇനിയുമുണ്ട് ഇടിഞ്ഞു വീഴാറായ കെട്ടിടങ്ങൾ. ചുമരിടിഞ്ഞും തുരുമ്പെടുത്തും ഇഴജന്തുക്കൾക്ക് കയറാൻ പാകത്തിലുമുള്ള ഹോസ്റ്റൽ കെട്ടിടത്തിലാണ് ഭാവി ഡോക്ടർമാരുടെ ജീവിതം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സർക്കാർ ആശുപത്രികളിലെ പഴകി പൊളിഞ്ഞ ചിത്രത്തെ നമ്പർ 1 പ്രൊപ്പഗാൻഡ കൊണ്ട് മറയ്ക്കാനാകുമോ? ഒരു മരണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നേട്ടം കാണൂ എന്ന മറുപടിക്ക് എത്രത്തോളമുണ്ട് സ്വീകാര്യത? നാടാകെ കത്തുന്ന പ്രതിഷേധത്തെ മരണവ്യാപാരികളുടെ ആഭാസ നൃത്തമായിട്ടാണ് ഭരണപക്ഷത്തിന് കാണാനാകുന്നത്. പ്രതിഷേധിക്കുന്നവർ മരണവ്യാപാരികളോ എന്നതാണ് ചോദ്യം.